ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി മാമ്പഴപ്പുട്ടാണ്. അതിന് വേണ്ടി ഞാൻ ഇവിടെ തരിമാവ് എടുത്തിട്ടുണ്ട്, 2 വലിയ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ വില അറിയാലോ, നമുക്ക് സ്വർണത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഇതൊന്ന് നനച്ച് വെക്കണം. അപ്പോൾ അതിന് ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഈ മാമ്പഴം ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ അതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പഞ്ചസാര ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരു ശകലം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ മാവിലോട്ട് മിക്സ് ചെയ്തു, എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്തു. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സംഭവം കിട്ടിയില്ലെങ്കിലും കൂടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്കത് കിട്ടി. ഞാനത് പണിപാളിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇല്ല, ഇത് നല്ല രീതിക്ക് അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങയും ചേർത്ത് ഇത് നമുക്ക് പുട്ടുണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കത്തിച്ചു. അപ്പോൾ പുട്ടിന് വെള്ളം വെച്ചു, അത് നന്നായി ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് എന്തിടുന്നുണ്ട്, തേങ്ങ ഇട്ടിട്ട് നമ്മുടെ ഈ മാവും ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറാമാനെ വിളിച്ചു, ക്യാമറാമാൻ വന്നു. ക്യാമറാമാനാണ് ഇന്നിപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നത്, എൻ്റെ മോനാട്ടോ. അപ്പം പുട്ടിന് ആദ്യം തേങ്ങ ഇട്ടു, അതിനുശേഷം നമ്മുടെ ഈ മാമ്പഴവും മാവും കൊണ്ടുള്ള മിക്സ് ഇട്ടു, അതിനുശേഷം നല്ല തേങ്ങ ഇട്ടു, വീണ്ടും കുറച്ച് മാവ് ഇടുന്നുണ്ട്, അതിന് മേലെ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. എന്നിട്ടിത് ആവി കയറ്റാം. അത് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അത് ആവി വരുന്ന സമയത്ത് ഭയങ്കര മണമായിരുന്നു. എന്തായാലും എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമായി. പൊതുവേ പുട്ടിനോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല, എന്നാലും കൂടെ മാമ്പഴപ്പുട്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പുട്ട്, ആ ഒരു മാമ്പഴത്തിൻ്റെ മണവും തേങ്ങ വെന്ത മണവും എല്ലാം കൂടെ ആയപ്പോൾ പുട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഇനി എനിക്ക് ഈ ചിരട്ടപ്പുട്ടാണ് ഇഷ്ടം, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ചിരട്ടപ്പുട്ട് ഞാൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു, വീണ്ടും മാവിട്ടു, എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ മേലെ ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ തേങ്ങ ഞാൻ ഇട്ടില്ല. വെറുതെ ഞാൻ അതിന് വേണ്ടി അത് ചിരവിയെടുത്ത് ചിരവാൻ മടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. കുറച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മേലെ അങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഒരു കുക്കർ എടുത്ത്, പഴയ കുക്കറാണ്, പുട്ടി വേവിക്കാൻ മാത്രമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പഴയൊരു കുക്കറൊക്കെ വെച്ച് അതിൻ്റെ ആ ഒരു വിസിൽ മാറ്റിയിട്ട് അതിലേക്കാണ് ഞാൻ ഇത് വെക്കുന്നത്. ഞോൾട്ടയുടെ ചിരട്ടപ്പുട്ട് അതിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി വന്നു, പുട്ട് റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് മുന്നേ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ കുറച്ച് പഴയ കുക്കറാണ്, ഉപയോഗിക്കാത്ത കുക്കറാണ്, ഇതിനു വേണ്ടി മാത്രം ഞാൻ ഇപ്പോൾ എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയും കൂടെ ആവി വന്ന ശേഷം നമുക്കിത് എങ്ങനെയുണ്ട് എന്ന് കാണാം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പുട്ട് റെഡിയായി, പാത്രം എടുത്തിട്ടുണ്ട്. മെല്ലെ, ഇത് ശരിക്കും ടാസ്ക് ആയിരുന്നു എനിക്ക്. പൊട്ടുമെന്നും അറിയില്ല, പൊട്ടില്ലേന്നും അറിയില്ല, ഭയങ്കര ടാസ്ക് പിടിച്ച സംഭവമായിരുന്നു. കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ വന്നു. ഇനി ജസ്റ്റ് അതൊന്ന് നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയും ഈ മാവിൻ്റെ മണവും എല്ലാം കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ത് നല്ല മണമായിരുന്നു എന്നറിയോ. പൊതുവേ എനിക്ക് തേങ്ങ ഇങ്ങനെ ആവിയിൽ വേവുന്ന മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ല ഭംഗിയിലൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിരട്ടപ്പുട്ട് ഇപ്പോൾ റെഡിയാവും. എവിടെ ചിരട്ടപ്പുട്ട്? കമോൺ കമോൺ കമോൺ. നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് വേറൊരു പാത്രം എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് തന്നെ അത് വെച്ചു. എന്തായാലും നല്ല രസത്തിലായിട്ടുണ്ട് ആ പുട്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കാം പുട്ട് കാണാൻ. നല്ല മണം, കാണാനും നല്ല ഭംഗി, നല്ല കളറ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. മാമ്പഴ സീസൺ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് പുട്ട് കഴിക്കാൻ താല്പര്യം കുറച്ച് പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഞാൻ അങ്ങനെ കഴിക്കാറ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.